ആർക്കും വേണ്ടാത്ത എന്നെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് സമ്മതിക്കുമായിരുന്നു. നീ എന്തൊക്കെയാ പറയുന്നത്? എന്ത് സത്യം? ജാതകദോഷം, നാരായൺജി, എല്ലാം എനിക്കറിയാം. പേടിക്കണ്ട, ഞാൻ ആരോടും ഒന്നും പറയില്ല. ദിവസങ്ങളെ എണ്ണിക്കൊണ്ടിരിക്കുക ഞാൻ. എന്റെ ആയുസിന്റെ മരത്തിന്ന് ഇന്നൊരു ഇല കൂടി കൊഴിഞ്ഞു. ഞാൻ ചതിച്ചു എന്നാണ് നീ പറയുന്നത്? എല്ലാം നാരായൺജി കാരണോ? എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അയാളോട് പോയി ചോദിക്കും. എനിക്ക് ആരോടും ചോദിക്കാനൊന്നുമില്ല, പറയാനും. അടിമയല്ലേ ഞാൻ. അടിമയ്ക്ക് അതിനുള്ള അവകാശം ഇല്ല. എന്നെ വേദനിപ്പിക്കണം, അതാണ് മനസ്സിൽ. എന്നാ കേട്ടോ, ഇതല്ല ഇതിന്റെ അപ്പുറം പറഞ്ഞാലും എന്നെ ബാധിക്കില്ല. നിന്നോട് അല്പം പോലും അലിവും തോന്നില്ല. വെറുപ്പ് എനിക്ക് നിന്നെ. അറപ്പ്. അത് മാറണമെങ്കിൽ നീ മരിക്കണം. ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എനിക്ക് പകരം നീ എങ്ങാനും കൂടെ എന്റെ മോളിൽ കൂടെ വീണിരുന്നെങ്കിൽ അതോടെ തീർന്നേനെ ഞാൻ. നീ കിടക്കുന്നില്ലേ? കിടക്കണം. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? സുഖമില്ലേ? ചൂടൊന്നും ഇല്ലല്ലോ, പിന്നെന്താ? അവര് രണ്ടാളും പോയപ്പോ വീട് ഉറങ്ങിയ പോലായി അല്ലേ ഗൗരി? ആ, അതെ അതെ. നീ പോയി കിടക്കാൻ നോക്ക്. അയ്യോ അയ്യോ, എനിക്ക് വയ്യായേ, ഞാനിപ്പോ മരിക്കുവേ. ഗിരി, ഗിരി ഓടിവാ. അയ്യോ എനിക്ക് വയ്യായേ. ഗിരി, എന്താ ഗൗരി? വയ്യായേ. എന്തു പറ്റി? അയ്യോ എനിക്ക് ഭയങ്കര വയറുവേദന. വേദനയോ? ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പെട്ടെന്ന് എനിക്കറിയത്തില്ല, എന്തോ ഉരുണ്ട് കയറുന്ന പോലെ. ഞാനിപ്പോ മരിക്കുവേ. എന്താ വയറുവേദന വന്നിട്ടോ? എന്തു പറ്റി? എന്താ പ്രശ്നം? എനിക്ക് വയ്യായേ, വേദന എടുക്കുന്ന വല്ലിച്ച. ഗ്യാസിന്റെ ആവും. അയ്യോ ഇത് ഗ്യാസിന്റെ അല്ല, ഗ്യാസിന്റെ അല്ല. ഗിരി, വണ്ടി എടുക്ക, ആശുപത്രി കൊണ്ടുപോവാ. അയ്യോ വേണ്ട, എനിക്ക് എങ്ങോട്ടും പോണ്ട.
മനസ്സിന്റെയാ. എനിക്ക് നീലിനെ കണ്ടാ ശരിയാവും. എടാ ഗിരി, നീലിനൊന്ന് വിളിക്ക്. എനിക്ക് സംസാരിക്കണം. നീലിന്റെ ശബ്ദം കേട്ട് എന്റെ അസുഖം മാറും. ഗിരി ഒന്ന് വിളിക്കുന്നില്ലേ? അയ്യോ എനിക്ക് വയ്യായേ. അയ്യോ അയ്യോ എനിക്ക് വയ്യായേ. വല്യമ്മേ, ഞാനിപ്പോ മരിച്ചു പോവും. ആ ഞാൻ ഗൗരിക്ക് കൊടുക്കാം. അയ്യോ നീല, എനിക്ക് വയ്യടാ. നീ വേഗം വാ. എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും. എന്തുപറ്റി? നീ വാ, എല്ലാം ഇവിടെ വന്നിട്ട് പറയാം. ഗൗരി, അതിന് ഞാനിവിടെ വിരുന്ന് വന്ന് നിൽക്കുമല്ലേ? അതൊക്കെ ഇനി ആവാലോ. എനിക്ക് നിന്നെ ഇപ്പൊ തന്നെ കാണണം. ഞാൻ നിന്നെ സ്വപ്നം കണ്ടടാ. അതെപ്പോ? അതൊക്കെ കണ്ടു. എടാ നീലേ, നീ വേഗം വാ. ശരി, വരാം. സ്വാതിയെ വേണമെങ്കിൽ അവിടെ നിർത്തിക്കോ. നീ മാത്രം വന്നാ മതി. അയ്യോ അയ്യോ വല്യമ്മേ. വല്യമ്മേ, ഇവളുടെ അസുഖത്തിന്റെ കാരണം എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്താടാ? അയ്യോ പുതിയതായിട്ട് കണ്ടുപിടിച്ച രോഗം. അയ്യോ എനിക്ക് വയ്യ. മെഡിക്കൽ സയൻസിൽ അസൂയ ഓംബ്ലാങ്കേട്ടാന്ന് പറയും. അതെന്താ സുഖ? ഇവൾക്കറിയാം, ഇവളോട് ചോദിക്ക്. എന്താ മോളെ, അതെന്താ സുഖ? ഇവൻ എന്നെ കളിയാക്കോ വല്യമ്മേ. ഞാൻ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞത് നേരാ. നീലിന് പാമ്പ് കൂത്തുന്നു. സ്വാതിയെടുത്ത് വലിയ തറവാടൊക്കെ അല്ലേ. പഴയ വീടാകുമ്പോ പല വെച്ചാരാധനയും കാണും. മരിച്ചു എന്ന് സ്വപ്നം കണ്ടാലേ ആ ആളുടെ ആയുസ് കൂടുന്ന സാധാരണ പറയാറ്. ആ അതെ അതെ, അങ്ങനെയാണല്ലോ വേണ്ടത്. അല്ല, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു? എനിക്ക് നല്ല വേദനയുണ്ട്. അയ്യോ വാ, എന്നാ അകത്ത് പോയി കിടക്കാം. വേണ്ട, നീല ഉടനെ എത്തുമല്ലോ. നീലിനെ കണ്ടാ ചിലപ്പോ അസുഖം മാറും. അയ്യോ മാലതി, നീ ഒക്കെ ഇത്തിരി ചൂടുകൾ എടുത്തു കൊടുക്കും. അയ്യായേ. അയ്യോ 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 അയ്യോ. ഓ. ചിരിക്കണം ഞാൻ കണ്ടു. പോടാ. എന്താ? പോണം. എന്തു പറ്റി? അത് പറഞ്ഞാലേ നീ വരൂ. ഈ രാത്രിയില് നാളെ നേരം വെളുത്തിട്ട് പോയാ പോരെ? പോരാ, വരുന്നുണ്ടേ കൂടെ വാ, അല്ലെങ്കിൽ ഞാൻ പോവും. ഇവിടുത്തെ താമസം ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ പോകുന്നത്? അതും ഒരു കാരണമാ. നിങ്ങൾ 3-4 ദിവസം ഇവിടെ കാണുമെന്ന് കരുതി. അതിനെന്താ, വന്നല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ഇനി ഇടയ്ക്കിടയ്ക്ക് വരാല്ലോ. പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. എന്നെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. പോട്ടെ അമ്മായി. ഇപ്പൊ തന്നെ പോണോ മോളെ? ഫോൺ വന്നിട്ടാ, വീട്ടിലൊരു അത്യാവശ്യം. എന്നാ ശരി, പോയിട്ടോ. അഹങ്കാരി. അവൻ ആരാണെന്ന് അവന്റെ വിചാരം? നമ്മുടെ ഈ വീട്ടിൽ എന്തിന്റെ കുറവാ ഉള്ളത്? അമ്മേ, ഈ വീട്ടിൽ താമസിക്കാനുള്ള പ്രശ്നം കൊണ്ടല്ല നീല് പോയത്. പ്രശ്നം വീടല്ല, അവളെ നീലിന് തീരെ ഇഷ്ടമല്ല. എന്നാൽ അതനുസരിച്ച് പെരുമാറാൻ അവൾക്കറിയോ? അതും ഇല്ല. ആണുങ്ങളെ കൈകാര്യം ചെയ്യുന്നതേ ഒരു പ്രത്യേക നാക്കില്ല. അതെങ്ങനെ നിനക്കറിയാം? ഞാൻ ദിവസം കണ്ടോണ്ടിരിക്കല്ലേ അമ്മാച്ചനെ ഭരിക്കുന്നത്. മതി, നിർത്ത്. എനിക്കേതായാലും സമാധാനമായി. കൺമുന്നിൽ തന്നെ കാണിച്ചു തന്നല്ലോ ദൈവം. അവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നെങ്കിൽ ഹോ, എനിക്കത് സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ സന്തോഷായി. അവള് നരകിക്കുക എല്ലാ അർത്ഥത്തിലും.
അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. കല്യാണമായിന്ന് പറയാൻ വന്ന ദിവസം കുറച്ച് ജോലി ചെയ്യുമോളേന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞ മറുപടി അന്നേ ഞാൻ കുറിച്ചിട്ടതാ, ഇതൊന്നും നേരെയാവാൻ പോകുന്നില്ലെന്ന്. എന്നെ നോവിച്ചവരാരും ഗതി പിടിച്ചിട്ടില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇങ്ങനൊരു പകയുണ്ടോ? നമുക്ക് ഒരു മോളാന്ന് ഓർക്കണം. അവൾക്ക് നാളെ എന്താ വരുന്ന ആർക്കറിയാം? എന്തായാലും ഇതുപോലെ വരില്ല, അത് ഉറപ്പാ. വാ മോളെ, അച്ഛന്റെ ശരീരത്തിലെ മരിച്ചുപോയ അമ്മയുടെ ബാധ കൂടിയിരിക്കുക. അതാ അവളോട് ഇത്ര സ്നേഹം. വാ. നീയൊന്നും ഒന്നുമല്ല ഇവളുടെ അഭിനയത്തിന് മുമ്പിൽ. അഭിനയോ? നീലെ, ഞാനൊരു സ്വപ്നം കണ്ടടാ. നിന്നെ വണ്ടി ഇടിക്കുന്നു. ആദ്യം പറഞ്ഞത് പാമ്പ് കൊത്തിയെന്നല്ലേ? രണ്ടായാലും സെയിം അല്ലേ? മരണോ കണ്ടത്? കഷ്ടം. അയ്യോ, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. 4 മണിക്കൂർ കൊണ്ടോ? നീ മിണ്ടരുത്. എന്ത് പറഞ്ഞാലും ഒരു കളിയാക്കല്. ഇവ ക്ഷീണിച്ചു. അവിടുത്തെ ഭക്ഷണം ഒന്നും പിടിച്ചു കാണില്ല അല്ല നീലെ? ഒന്നും പിടിച്ചില്ല. എനിക്കറിയായിരുന്നു. ആ, എന്തായാലും വിരുന്ന് കഴിഞ്ഞല്ലോ. ഇനി ഇതും പറഞ്ഞ് എങ്ങോട്ട് കെട്ടിയെടുക്കണ്ടല്ലോ. ഓ, അപ്പൊ അത് മുടക്കാനാണോ നീ ഈ നാടകം മുഴുവൻ കളിച്ചത്? നാടകോ? എന്റെ അവസ്ഥ വല്യമ്മ കണ്ടതല്ലേ? മരണവെപ്രാളായിരുന്നില്ലേ? അയ്യോ. എന്നിട്ട് ഇപ്പൊ അതൊന്നും കാണുന്നില്ലല്ലോ. ഇവനെ കണ്ടപ്പോ അതങ്ങ് പോയി. എന്താ എന്റെ അസുഖം മാറിയതാണ് ഇപ്പൊ എല്ലാവർക്കും കുഴപ്പമായത്. കൊള്ളാലോ. എന്നാലും ഒരാളെ രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കുന്നൊരു ഭാരം. നീലേ, നീ ചെന്ന് വല്ലതെടുത്ത് കഴിക്ക്. ചെല്ല്. ഒന്നും വേണ്ട, വിശപ്പില്ല. നിന്നോട് പിന്നെ ചോദിക്കണ്ടല്ലോ, വിശപ്പുണ്ടാവുമല്ലോ. അടുക്കള വല്ലതും കാണും, എടുത്ത് കഴിക്ക്. എനിക്ക് വേണ്ട. ആ, വേണ്ടെങ്കി വേണ്ട. ഓ, ഇങ്ങ എത്തിയല്ലോ ഒന്നും പറ്റാണ്ട്. ഇപ്പഴാ സമാധാനായത്. ദൈവമേ, എന്തൊരാശ്വാസം. അയ്യോ, എന്റെ ചേച്ചിക്ക് തന്നെയാ. പക്ഷേ വിളഞ്ഞ വിത്ത അവള്. ഏട്ടത്തിയെ തിരിച്ചു കൊണ്ടുവരാനാ അവൾ ഈ വയറുവേദന അഭിനയിച്ചത്. എല്ലാവർക്കും അത് മനസ്സിലായി. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഗിരി. അവരവർ ചെയ്യുന്നത് അവരവർക്ക് തന്നെ തിരിച്ചു കിട്ടും. എന്തായാലും ഏട്ടത്തി സൂക്ഷിക്കണം. നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ അവളുടെ പരിപാടി. അതിപ്പോ ഗൗരി ശ്രമിച്ചില്ലെങ്കിലും നടക്കും. എന്താ ഏച്ചാ? അവരെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അവര് പോയി. പോയോ? എങ്ങോട്ട്? തിരിച്ചുപോയി. നീലിന്റെ വീട്ടിലെ ഗൗരിയില്ലേ, അവക്കെന്താ അസുഖമൊന്നും. ഛേ, എന്ത് പണിയവര് കാണിച്ചത്. വല്ലിച്ചന്റെ വീട്ടിൽ നിന്ന് 2 ദിവസം ഇവിടെയും കൊണ്ട് താമസിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. അത് ഇനിയും ആവാലോ. അതൊന്നും നടക്കില്ല. നീലിന്റെ വീട്ടിലെ ഗൗരിയില്ലേ, അവക്കെന്താ അസുഖമൊന്നും. ഛേ, എന്ത് പണിയവര് കാണിച്ചത്. വല്ലിച്ചന്റെ വീട്ടിൽ നിന്ന് 2 ദിവസം ഇവിടെയും കൊണ്ട് താമസിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. അത് ഇനിയും ആവാലോ. അതൊന്നും നടക്കില്ല. ആ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന ഏട്ടൻ പറഞ്ഞത്. 2 ആളും 2 ധ്രുവങ്ങളില്ല. ഇവനെന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ വേണ്ട. എന്തിനാ വെറുതെ അതും പറഞ്ഞ് രാവിലെ തന്നെ ഇവനെ മനസ്സ് കലക്കുന്നേ? എടീ, മൊത്തത്തിൽ പ്രശ്നമാ. തൽക്കാലം നീ അത്ര അറിഞ്ഞാ മതി. അപ്പൊ അവളോ? അവക്കെങ്ങനെയുണ്ട്? നിരാശയാണോ അതോ? എന്തൊരു ചോദ്യ സേതു ഇത്. തൊട്ടതിന് പിടിച്ചതിനൊക്കെ ശാസിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഏത് പെണ്ണാ സന്തോഷത്തോടെ കഴിയുക? ഞാൻ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ, പിന്നൊരു കാര്യം, ഇതും കേട്ട് സാർ അവിടെ ചെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അവർ തമ്മിലുള്ള വഴക്ക് അവർ തമ്മിൽ തീർത്തോളൂ, കേട്ടല്ലോ? ഇവൻ പോവാനൊന്നും പോകുന്നില്ല. പോയാൽ തന്നെ ഇവൻ എന്ത് ചെയ്യാനാ? പുറത്തു നിന്ന് ഒരാൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ലല്ലോ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവാറ്. എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് കാര്യം എന്തായിരിക്കും. അവളുടെ തടി തന്നെ അത് അവനെ വല്ലാണ്ട് അസ്വസ്ഥനാക്കുന്നുണ്ടാവും. ആ നീലിനെ. ഈ തടി പെട്ടെന്നുണ്ടായ സംഭവം ഒന്നല്ലല്ലോ. കല്യാണം കഴിക്കുമ്പോ അവൻ അറിഞ്ഞൂടെ? ഹാ, അന്നത്തെ ആവേശത്തില് അതൊന്നും അത്ര ഗൗരവത്തിൽ എടുത്തു കാണില്ല. എല്ലാ അർത്ഥത്തിലും സ്വാതിയെ ചീറ്റ് ചെയ്യണം അവൻ ചെയ്തത് എന്നാ എനിക്ക് തോന്നണത്.
ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ കെട്ടാൻ പോയത്? ആ, നടന്നത് നടന്നു. ഇങ്ങനെ ഇരുന്ന് പറയാൻ നല്ലതേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്പലത്തിൽ വല്ല വഴിപാടോ മറ്റോ നടത്താം, അല്ലാതെ ഒന്നും ചെയ്യാനില്ല. കുറച്ചു നാളും കൂടെ നോക്കാം. എന്നിട്ട് ശരിയല്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം കേട്ടോ. കൂടുന്നില്ലേ? ഇല്ല. എത്ര ദിവസമായി വർക്കൗട്ട് ചെയ്തിട്ട്? ഗ്യാപ്പിട്ട പ്രശ്നമാ. എന്ത് പ്രശ്നം? ഇനി എന്തിനാ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? നിന്റെ ഈ നിരാശ ആദ്യം കളയേണ്ടത്. നിന്റെ സംസാരം കേട്ടതൊന്നും മരിക്കാൻ പോവാണെന്ന്. അത് തന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്താ? രണ്ടുപേരോടും കൂടെ ഞാനൊരു കാര്യം ആവശ്യപ്പെടാൻ പോവാ. എതിർപ്പൊന്നും പറയരുത്. എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റില്ല. അച്ഛൻ പറയുന്ന അനുസരിച്ചാ മതി. എന്താണാവോ പുതിയ കോള്? രണ്ടുപേർക്കും ലഞ്ചും ഡിന്നറും ഇന്നൊരു ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്വാതിയും കുട്ടി നീ അതിന് പോകണം. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ തീരുമാനിച്ചത്? എന്റെ മോന്റെ കാര്യം, അതും ഇതുപോലൊരു നിസ്സാര കാര്യം തീരുമാനിക്കാൻ എനിക്കാരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എന്താ പോയാല്? പെട്ടെന്ന് തിരിച്ചു വരാലോ. എന്താ വല്യമ്മേ, നിങ്ങൾ എന്താ പാവം നീലിനെ കുറിച്ച് ഓർക്കാത്തത്? ഇവളുമായിട്ട് പുറത്തു പോയാ നാട്ടുകാരൊക്കെ കാണില്ലേ? അവരൊക്കെ ചോദിക്കില്ലേ ആനയും കൊണ്ട് പാപ്പാൻ എങ്ങോട്ടാ പോകുന്നേന്ന്? എഴുന്നള്ളിപ്പിന് പോവാണെന്നങ്ങ് പറയണം. നിനക്കൊന്ന് മിണ്ടാതിരുന്നൂടെ ഗൗരി? ഞാൻ മിണ്ടുന്നതാണ് പ്രശ്നം. നീലിന്റെ മനസ്സിലുള്ളതാ ഞാൻ പറഞ്ഞത്. എനിക്ക് വയ്യ കണ്ടവരുടെ മുമ്പിലൂടെ നടന്ന നാണകട. പിന്നെ എന്തിനു നീ ഇവിടെ കല്യാണം കഴിച്ചത്? ഒരു കാഴ്ച വസ്തുവായിട്ട് ഇവിടുത്തെ ഷോക്കേസ് വെക്കാനോ? ദേ, മര്യാദയ്ക്ക് ഇവിടെയും കൊണ്ട് പുറത്തു പൊയ്ക്കോണം. നീ പോയില്ലെങ്കിൽ അതിന്റെ നാണക്കേട് അച്ഛനാ. അമ്മ എന്താ എന്റെ ഭാഗം കാണാത്തത്? കാണാൻ മാത്രം ആ ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട്. വഴക്ക് വേണ്ട അമ്മ. ഏട്ടൻ ഇഷ്ടമല്ലെങ്കിൽ പോണ്ട. ദേ, നീ മിണ്ടരുത്. ഇത് ഞങ്ങളെടുത്ത തീരുമാനം. ഇവനെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എന്താ നീൽ, നീ പോകുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങും. നിന്റെയൊന്നും ഈ ദുർമുഖം കാണേണ്ട ഗതികളൊന്നും എനിക്കില്ല. ചെന്നാ കയറി കിടക്കാൻ ഇതിലും നല്ല വീട് എനിക്കുണ്ട്. നിന്റെയൊന്നും ഈ ദുർമുഖം കാണേണ്ട ഗതികളൊന്നും എനിക്കില്ല. ചെന്നാ കയറി കിടക്കാൻ ഇതിലും നല്ല വീട് എനിക്കുണ്ട്. ഒന്ന് പോന്നീലേ? എത്ര നേരം വേണം പോയി വരാൻ? ശരി, പോവാം. പക്ഷെ മേലാൽ ഇത്തരം പരിപാടികൾക്കൊന്നും എന്നെ വിളിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. എടാ മോനെ നീൽ, തെളിഞ്ഞല്ലോ മുഖം. പോകുമ്പോ അറിയാതാണെങ്കിൽ പോലും ഈ കയ്യൊന്നെടുത്തവന് തട്ടിയേക്കല്ലേ. അവൻ വല്ല വണ്ടിക്കടിയിലും പോവും. എന്താടി നോക്കി പിടിപ്പിക്കുന്നേ? സ്നേഹം കൊണ്ട ഗൗരി, സ്നേഹം കൂടിയല്ലേ ഞാൻ ഇങ്ങനെയും ചെയ്യും. എങ്ങനെയുണ്ട്? എന്റെ പ്രാണം പോയി. അയ്യോ, നീ ചിരിച്ചോടാ. നീയൊക്കെ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അയ്യോ, അയ്യോ. നീ ഇതെവിടെ പോവാ? കൂടെ ചെല്ലാൻ പറഞ്ഞു നീല്. നിനക്ക് നാണം ഇല്ലല്ലോടി? അവര് ഭാര്യയും ഭർത്താവും കൂടി പോകുമ്പോ കൂട്ടുപോവാൻ. എന്തിനാടി അവരുടെ സ്വർഗത്തിലെ കട്ടറും പാവാൻ വേണ്ടി നോക്കുന്നത്? സ്വർഗോ നരകോന്ന് പറ. ആ വലിമേ, എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ നീ കൂടെ പോകുന്നില്ല. ആ ഞാൻ നീല് പറഞ്ഞിട്ട് ഒരുങ്ങിയത്. ഹാ, നീലങ്ങനെ പലതും പറയും. പക്ഷെ ബുക്ക് ചെയ്തിരിക്കുന്നതേ 2 പേർക്ക് മാത്രം.
വേണമെങ്കിൽ നിനക്ക് വേറൊരു ദിവസം പോവാ. വെറുതെ ഞാൻ ഒരുങ്ങി. എന്നെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് റെഡി ആവാൻ പറഞ്ഞത്? ആര് പറഞ്ഞു നീ വരുന്നില്ലെന്ന്? ഇനി അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമാ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെന്താ അങ്ങനെ? നീൽ വെറുതെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കല്ലേ. പോ നോക്ക്. എന്നോട് മിണ്ടാനും കൊഞ്ചിക്കൊഴയാനും അങ്ങനെ വന്നാ വാ. നല്ല ചേർച്ച രണ്ടുപേരും പോകുന്നത് കണ്ടിട്ട്, അല്ല മോളെ? കണ്ടാലും പറയും. എന്റെ ദൈവമേ, നീലിന്റെ ഫാൻസ് അങ്ങനെ കണ്ട ഇടിയായിരിക്കും സെൽഫി എടുക്കാൻ. സെൽഫി വിത്ത് ആനക്കുട്ടി. കഷ്ടം. ഓ